അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വോയിസ് ഓഫ് ഷഫീഖ് ബദർ എന്ന ഈ ചാനൽ നിങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. ചേർത്തു പിടിച്ചവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഖൽബിൽ നിറച്ച് ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു പ്രത്യേകതരം കുറേ സംശയങ്ങളാണ്. കുറേ ദിവസങ്ങളായി നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന ചില സംശയങ്ങളെല്ലാം കൂടി ഒരുമിച്ചെടുത്ത് ഇൻഷാ അല്ലാഹ് ഒരു സംശയ നിവാരണ ക്ലാസ് ആണ് ഇന്ന് രാവിലെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുറേ ആളുകൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് പറയുകയാണ് ഇൻഷാ അല്ലാഹ്. ചില ആളുകൾ ചിന്തിക്കും, ഉസ്താദേ എന്റെ സംശയത്തിന് മറുപടി പറഞ്ഞില്ലല്ലോ എന്ന്. ഒരു ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഇൻഷാ അല്ലാഹ് സംശയ നിവാരണത്തിന്റെ വേദിയായിരിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തെ സംശയം നമുക്ക് വന്നിരിക്കുന്നത്, കുഞ്ഞുമക്കൾ, ഗർഭിണികൾ ഇവരെല്ലാം മഗ്രിബിനോട് അടുത്ത സമയത്ത് മഗ്രിബ് കഴിഞ്ഞു പുറത്തിറങ്ങരുത് എന്ന് പറയുന്നുണ്ടല്ലോ ഉസ്താദേ, അതിനെന്തെങ്കിലും ഇസ്ലാമിൽ കാര്യമുണ്ടോ എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ പറയുന്നു അത് സത്യമാണ്. മഗ്രിബിനോട് അടുത്ത സമയത്തോ മഗ്രിബ് കഴിഞ്ഞ ഉടനെയോ ഗർഭവതികൾ, കുഞ്ഞുങ്ങൾ, പ്രത്യേക സ്ത്രീകൾ, അതുപോലെ അശുദ്ധിയുള്ള സ്ത്രീകളൊന്നും പുറത്തിറങ്ങാൻ പാടില്ല. അതിന് കാരണം മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, പിശാച് സഞ്ചരിക്കുന്ന സമയമാണ് മഗ്രിബിനോട് അടുത്ത സമയം. ആ സമയത്ത് കുട്ടികളോ സ്ത്രീകളോ പുറത്തിറങ്ങുമ്പോൾ കൂടുതൽ പിശാച് അവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഗർഭവതികൾ, അതോടെ കുഞ്ഞുങ്ങൾ, അവരെയൊന്നും പുറത്തിറക്കരുത്. അതുപോലെ വീടിന്റെ വാതിലുകൾ അടച്ചിടുക, ജനലുകൾ അടച്ചിടുക. ഇതൊക്കെ സന്ധ്യാസമയങ്ങളിൽ ചില ആളുകൾ പറയുന്നത് സന്ധ്യ ആയില്ല, വാതിലൊക്കെ തുറന്നിട്ടേ. പാടില്ല, വാതിലുകൾ അടച്ചിടണം, ജനലുകൾ അടച്ചിടണം. പഴമക്കാര് പറയും സന്ധ്യയായി വാതിലൊക്കെ അടച്ച ജനലൊക്കെ അടച്ച കൊതുക് കയറാതിരിക്കാനല്ല, പിശാച് കയറാതിരിക്കാനാണ്. സന്ധ്യ സമയമായാൽ നമ്മുടെ മുൻവാതിലുകൾ, പിൻവാതിലുകൾ, ജനലുകളെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. ശപിക്കപ്പെട്ടവനായ പിശാച് വീട്ടിലേക്ക് കയറാതിരിക്കാനാണ്. ആ സമയത്ത് ഗർഭിണികളും അതുപോലെ കുഞ്ഞുങ്ങൾ, അതുപോലെ പ്രായമുള്ള ഉമ്മമാർ, സഹോദരങ്ങളൊന്നും പുറത്തിറങ്ങാൻ, സഹോദരിമാരൊന്നും പുറത്തിറങ്ങാതിരിക്കൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ സംശയം. അതുപോലെ രണ്ടാമത്തെ സംശയം മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ ചില ആളുകൾ ചോദിച്ച ചോദ്യമാണ്, വീടിന്റെ വാതിൽ പടിയിൽ ഇരിക്കാമോ എന്നാണ്. വീടിന്റെ വാതിൽ പടിയിൽ, അതായത് കട്ടള എന്നൊക്കെ പറയില്ല, കട്ടളയിൽ ഇരിക്കാമോ, സ്റ്റെപ്പിൽ ഇരിക്കാമോ എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. അപ്പൊ വാതിൽ പടിയാണ് ഉദ്ദേശിക്കുന്നത്. വാതിൽ പടിയിൽ ഇരുന്നാൽ അതിരിക്കാൻ പാടില്ല. ആ വീട്ടിൽ ദാരിദ്ര്യം വരും. ഇല്ലേ, കേട്ടിട്ടില്ലേ? വീടെ കട്ടളപ്പടി ഇരിക്കൽ ദാരിദ്ര്യം. അത് കിതാബിൽ കാണാം, ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം. വീടിന്റെ വാതിൽ പടിയിൽ ഇരുന്നാൽ ദാരിദ്ര്യം വരും. അത് ഒഴിവാക്കൽ നല്ലതാണ്. ചില ആൾക്ക് സ്റ്റെപ്പിൽ ഇരിക്കലുണ്ട്, അത് ഇരിക്കൽ ഉപേക്ഷിക്കലാണ് നല്ലത്. ഇരിക്കൽ ഉപേക്ഷിക്കലാണ് നല്ലത്. ഒരു കസേര ഉണ്ടല്ലോ, അവിടെ കയറിയിരിക്കാം. ഇരിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ തിട്ട കെട്ടിയിട്ടുണ്ടാകും, അതിലിരിക്കാം. സ്റ്റെപ്പുകളിൽ, വാതിൽ പടിയിൽ ഇരിക്കാതിരിക്കൽ ഉചിതമാണ്. അതുപോലെ മൂന്നാമത്തെ, വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. മൂന്നാമത് സംശയം, ഉസ്താദെ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു, ആ നിസ്കാരം നിർത്തണോ പൂർത്തിയാക്കണോ? 2 റക്അത്തേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുന്നു, 1 റക്അത്ത് ആകുമ്പോ എന്ത് ചെയ്യും? ബാങ്ക് കേട്ടു, നിസ്കാരം നിസ്കരിക്കണോ പൂർത്തിയാക്കണോ എന്നാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാം. ആ നമസ്കാരം, ഉദാഹരണത്തിന് ളുഹറിന് മുമ്പ് നമ്മൾ സുന്നത്ത് നിസ്കരിക്കാന്ന് വിചാരിക്കുക. ളുഹറിന് മുമ്പ് ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നിസ്കാരം നിസ്കരിക്കാണ്, ഖളാ വീട്ടിൽ നിസ്കരിക്കാന്ന് വിചാരിക്കുക. ഒരു യാത്രയായിരുന്നു, നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല. അസറിന്റെ നിസ്കാരം, ളുഹറിന്റെ നിസ്കാരം, അസറിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നിസ്കരിക്കാണ്. 2 റക്അത്ത് നിസ്കരിച്ചപ്പോൾ ബാങ്ക് കേട്ടു, അയ്യോ അസർ ബാങ്ക് വിളിച്ചു, ഇനി എങ്ങനെയാ? വേണ്ട, ആ നിസ്കാരം പൂർത്തിയാക്കണം. ഏത് നിയത്താണോ വെച്ചത്, 2ആകട്ടെ 1ആകട്ടെ 3ആകട്ടെ, എന്താണോ നിസ്കാരം കൈകെട്ടുമ്പോൾ നമ്മൾ കരുതിയത് അത് പൂർത്തിയാക്കി നിസ്കരിക്കണം. ബാങ്ക് കേട്ടു എന്ന് കരുതി ആ നമസ്കാരം അവിടെ അവസാനിപ്പിക്കേണ്ടതില്ല. നമ്മൾ കരുതിയതുപോലെ പൂർത്തീകരിച്ച് നിസ്കരിക്കണം. അതുപോലെ നാലാമത്തത് ചോദിച്ച ചോദ്യമാണ്, ഭക്ഷണ സമയം സലാം പറയണോ, സലാം പറഞ്ഞാൽ മടക്കണോ എന്നുള്ള സംശയം ചോദിച്ച ചോദ്യമാണ്. അതിന് മറുപടി, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സലാം പറയൽ സുന്നത്തില്ല. സലാം പറയൽ സുന്നത്തില്ല. അതുപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയൽ സുന്നത്താണ്, പക്ഷെ പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ്. വായിൽ ഭക്ഷണം ഉള്ളപ്പോ, വായിൽ ഭക്ഷണം ഇരിക്കാണ്, നമ്മൾ അല്പമല്ലേ കഴിക്കുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. വാ നിറച്ച് ഭക്ഷണം ഇരിക്കണം, വായിക്കാത്ത ഒരു അല്പം ഭക്ഷണം ഉണ്ടെങ്കിലും സലാം പറഞ്ഞാൽ അത് കഴിച്ചിറക്കിയിട്ടേ സലാം മടക്കാവുള്ളൂ. മനസ്സിലായ? ഇസ്ലാം ഒരു ശരീരത്തിന് സുരക്ഷ നൽകുന്ന, ജീവന് വില കൊടുക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഭക്ഷണം കഴിക്കുമ്പോൾ സലാം പറയൽ സുന്നത്താണ്, സുന്നത്തില്ല. ഇനി പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ്.
അത് വായിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അത് കഴിച്ചിറങ്ങിയിട്ട് സലാം അടക്കിയാൽ മതി. ഇനി 5-ാമത്തെ സംശയം, നായ ഓരിയിട്ടാൽ അത് പിശാചിനെ കാണുമ്പോഴാണോ എന്നൊരു ചോദ്യമുണ്ട്. അത് ശരിയാണ്. പിശാച് ബാങ്ക് കേൾക്കുമ്പോൾ ഓരിയിടാറുണ്ട്. എന്തേ കാരണം? ശപിക്കപ്പെട്ടവനായ പിശാച് ബാങ്ക് വിളിക്കുമ്പോൾ ഇബിലീസിനെ കാണാറുണ്ട്. ശപിക്കപ്പെട്ടവനായ പിശാച് ബാങ്ക് വിളിക്കുമ്പോൾ പിശാചിന് നായയെ കാണാൻ കഴിയും, നായ പിശാചിനെയും കാണാൻ കഴിയും. അതുകൊണ്ടാണ് നായ ഓരിയിടുന്നത് എന്ന് ഹദീസുകൾ നമുക്ക് കാണാം. അതുപോലെ 6-ാമത്തെ സംശയം, ഉളു എടുക്കുമ്പോ സലാം പറയാമോ? ഉളു എടുക്കുമ്പോ സലാം പറയാൻ കുഴപ്പമില്ല, പ്രശ്നമില്ല. ഉളു എടുക്കുമ്പോ സലാം പറയാം, അതിൽ തടസ്സങ്ങളൊന്നുമില്ല. രാത്രിയിൽ കണ്ണാടി നോക്കാമോ? ഒരു സംശയമാണ്. നമ്മുടെ വീട്ടിന്റെ അലമാരയിൽ ഒരു കണ്ണാടി ഉണ്ടാകും. രാത്രിയിൽ കണ്ണാടി നോക്കൽ നല്ലതല്ല, കണ്ണാടി നോക്കാൻ നല്ലതല്ല. അത് പതിവാക്കിയാൽ മുഖക്കുരു ഉണ്ടാകും, മുഖത്ത് കുരു വരും, സൗന്ദര്യം കുറയും, ഈമാൻ കുറയും. മുഖത്തൊരു ആകാര കാന്തി നമുക്കുണ്ടല്ലോ, ഒരു സൗന്ദര്യം, ഒരു പ്രഭ നഷ്ടപ്പെടും. രാത്രി നമ്മൾ ഈ കണ്ണാടി നോക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളും അശ്രദ്ധമായി പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ബെഡ്റൂമിൽ അലമാര ഉണ്ടാകും. അലമാരയുടെ ഒരു ഭാഗം കണ്ണാടിയും ഒരു ഭാഗം ഡോറുമായിരിക്കും. അപ്പൊ നമ്മൾ നേരെ ഉറങ്ങാൻ വേണ്ടി വരുമ്പോൾ വേണമെന്ന് വെച്ചിട്ടല്ല, നമ്മൾ എന്നാലും ഒന്ന് കണ്ണാടി നോക്കിയിട്ടായിരിക്കും കിടക്കുക. അത് ഒഴിവാക്കണം. നമ്മൾ എന്ത് ചെയ്യുക? മുകളിൽ ഒരു തുണിയോ കർട്ടനോ എന്തെങ്കിലും വെച്ചിരിക്കണം. അത് രാത്രിയാകുമ്പോൾ അങ്ങ് ഇട്ടേക്കണം. ആ കണ്ണാടി എന്ത് ചെയ്യില്ല, നമ്മൾ കാണുന്ന രീതിയിൽ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അത് കാണുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കണ്ണാടി നോക്കാൻ പാടില്ല. അതുപോലെ 8-ാമത്തെ സംശയം, മൂങ്ങ, നത്ത്, കൂമൻ എന്നിവ മൂളിയാൽ മരണം കേൾക്കും. ഇങ്ങനെ നത്ത് വിളിക്കാണ്, നമ്മളെ നല്ല നത്ത് എന്ന് പറയും, മൂങ്ങ എന്നൊക്കെ പറയും. അത് വിളിക്കും, ഇന്ന് മരണം ഉറപ്പാണ്. അങ്ങനെ ഇല്ല, അങ്ങനെ ഇസ്ലാമിൽ ഒരു വിശ്വാസവും ഇല്ല. ആയുസ് തീരുമ്പോൾ അസറായിൽ വന്ന് റൂഹ് പിടിക്കും. അത് കൂമൻ കൂകിയാലും മൂങ്ങ വിളിച്ചാലും നത്ത് മൂങ്ങിയാലും ഒക്കെ ശരി തന്നെ, അസറായിൽ വന്നോ നമ്മുടെ റൂഹിനെ പിടിച്ചിരിക്കും. അത് ഉറപ്പാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഭാര്യയുടെ പേരിനോടൊപ്പം ഭർത്താവിന്റെ പേര് ചേർക്കാമോ? ഇപ്പൊ ഖദീജ എന്നാണ് ഭാര്യയുടെ പേര്, ഭർത്താവിന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. അപ്പൊ ഖദീജ അബ്ദുറഹ്മാൻ എന്ന പേര് എഴുതുന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ? ഇപ്പൊ രജിസ്റ്ററിൽ ഇപ്പൊ എന്റെ പേര് ഷഫീഖ് എന്നാണ്, എന്റെ ഭാര്യയുടെ പേര് ജാസ്മിൻ എന്നാണ്. അപ്പോൾ ഓൾ ഇങ്ങനെ എന്തെങ്കിലും രജിസ്റ്റർ എഴുതുമ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ ജാസ്മിൻ ഷഫീഖിന് പ്രശ്നമുണ്ടോ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നവുമില്ല. വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ദീനിൽ അതിന് വിലക്കുകളോ ദീനിൽ അതിന് കൽപ്പനയോ ഒന്നും തന്നെ ഇല്ല. വാപ്പയുടെ പേര് ചേർക്കലാണ്, ചേർക്കുമെങ്കിൽ ഏറ്റവും നല്ലത്. ഉദാഹരണം, മകളുടെ പേര് ഫാത്തിമ, വാപ്പാന്റെ പേര് ഇബ്രാഹിം എന്നാണെങ്കിൽ ഫാത്തിമ ഇബ്രാഹിം. ഭർത്താവിന്റെ പേര് ചേർക്കുന്നതിനേക്കാൾ നല്ലത് വാപ്പാന്റെ പേര് ചേർക്കലാണ്. ഇനി ഭർത്താവിന്റെ പേര് ചേർത്തു വരച്ച് ഒന്നും പ്രശ്നമില്ല. അതോടൊപ്പമാണ് താലി. താലി എന്നല്ല ചില നാട്ടിൽ പറയുക, മാലയുടെ കഴുത്തിൽ, ആ കഴുത്തിരുന്ന മാലയുടെ ലോക്കറ്റ് താലി എന്നൊക്കെ പറയും. ആ താലിയിൽ പേര് ഭർത്താവിന്റെ എഴുതാമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദീനിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു നിയമവും ഇല്ല, ഒരു നിർബന്ധവും ഇല്ല. എഴുതിയാലും പ്രശ്നമില്ല, എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. അതൊന്നും ഇസ്ലാമിന്റെ വിധിവിലക്കുകളില്ല. താലിയും മാലയും ഇസ്ലാമിന്റെ വിധിയിലില്ല. ഇസ്ലാമിന്റെ വിധിവിലക്ക് മഹറാണ്, അതാണ് തീരുമാനിക്കുന്നത്. താലിയും മാലയൊക്കെ അത് നമ്മുടെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളതല്ല. കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. താലിമാല ഇല്ലാന്ന് കരുതി അല്ലെങ്കിൽ ലോക്കറ്റ് ഇല്ലാന്ന് കരുതി അങ്ങനെ ഇസ്ലാമിൽ വിധിവിലക്കുകൾ ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി പൊട്ടിയ കണ്ണാടി നോക്കാമോ? നമ്മുടെ കണ്ണാടി പൊട്ടിയിട്ടുണ്ടാകും, ചില വയസ്സായ ആളുകളുണ്ടാകും. പൊട്ടിയ കണ്ണാടിയിൽ നോക്കാമോ എന്നുള്ളതാണ്. അതുപോലെ പൊട്ടിയ ചീപ്പ്, എന്റെ പല്ലൊക്കെ ഒടിഞ്ഞിട്ടുണ്ടാകും, അത് വെച്ച് മുടി ചീകാമോ എന്നാണ്. അത് പാടില്ല. അത് ദാരിദ്ര്യം വിളിച്ചു വരുത്തുമെന്നാണ്, ഒഴിവാക്കണം. അത് ദാരിദ്ര്യം വരുമെന്ന് മഹാനായ ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. അതോടൊപ്പം തന്നെ മറ്റൊരു സംശയം ചോദിച്ച സംശയമാണ്, ഇറങ്ങുമ്പോൾ പിന്നിൽ നിന്ന് വിളിക്കാമോ? ഒരാൾ ഒരു വഴിക്ക് പോവാണ്, അപ്പൊ പിന്നിൽ നിന്ന് വിളിക്കാം. പിന്നെ വിളിക്കടാ എന്റെ റബ്ബ്, എപ്പോഴും ഞാൻ പറയും വിളിക്കല്ലേ വിളിക്കണം, നിന്ന് പോയാലും ശരിയാവൂല. അങ്ങനെ എന്തെങ്കിലും ഇസ്ലാമിലുണ്ടോ? അങ്ങനെ ഒരു വിധിവിലക്കോ അങ്ങനെ ഒരു നിയമമോ ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അങ്ങനെ പുറകെ വിളിച്ചെന്ന് പറഞ്ഞു ഒന്നുമില്ല. ഇനി പോയ ആൾ എയർപോർട്ടിലേക്ക് പോവാണ്, അവിടത്തേക്ക് അകത്ത് കയറാൻ വേണ്ടി എന്തെങ്കിലും എടുത്തില്ല, അപ്പൊ പറയും തിരിച്ചു കയറല്ലേ, എന്താ വേണ്ട ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇല്ല. അകത്ത് വെളിയിറങ്ങി അപ്പൊ ഒരാളോട് സലാം പറയാൻ മറന്നുപോയി. ഉമ്മാമ രോഗിയാണ്, വല്യമ്മ രോഗിയായിട്ട് കിടക്കണം. വല്യമ്മയുടെ പറഞ്ഞിരുന്നു, അയ്യോ മറന്നുപോയി. റോഡിൽ വണ്ടിയുടെ ഡോറ് തുറന്ന് ഇറങ്ങാൻ പോകുമ്പോ ഉമ്മ പറയും, എടാ ഇറങ്ങല്ലേ, നീ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, വല്യമ്മ കേട്ടോളും, പോയ വഴി ഇറങ്ങല്ലേ. അങ്ങനെ ഇല്ല, പറയേണ്ടവരോട് പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. പോയിട്ട് തിരിച്ചു കയറൽ അങ്ങനെ പ്രശ്നമില്ല. അതുപോലെ 13-ാമത്തെ മറ്റൊരു സംശയമാണ്, രാത്രി മുടി ചീകാമോ? രാത്രി മുടി ചീകാമോ? എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ ജമാൽ, ഇന്നല്ലാഹ ജമാലിൻ വയുഹിബ്ബുൽ ജമീൽ. അല്ലാഹു ഭംഗി ഇഷ്ടപ്പെടുന്നു, ഭംഗിയുള്ളവനാണ്. രാത്രി മുടി ചീകാം, കണ്ണാടി നോക്കണ്ടാന്നേ ഉള്ളൂ. അല്ലാതെ മുടി ചീകിക്കോ ഒതുക്കി വെച്ചോ ഒരു പ്രശ്നവുമില്ല. അതുപോലെ ഉള്ളിത്തൊലി
കത്തിക്കാമോ? ഉള്ളിത്തൊലി, സവാളയൊക്കെ എരിഞ്ഞിട്ട് നമ്മൾ തീ അടുപ്പിങ്ങനെ അല്ല വെളിയിൽ ഇങ്ങനെ തീ വേസ്റ്റ് കൂട്ടിയിടും, അതിനകത്ത് കൊണ്ടിടും. ഉള്ളിയുടെ തൊലി കത്തിക്കരുത്, അത് ദാരിദ്ര്യം വിളിച്ചു വരുത്തും, കത്തിക്കാൻ പാടില്ല. അതുപോലെ ജനിച്ച ഉടനെ കുട്ടിയുടെ നാള് നോക്കുക ഇല്ലേ? അശ്വതി, ഭരണി, കലം, കടം എന്നൊക്കെ കുറെ നാളുകളില്ലേ? അപ്പൊ കുറെ നാളുകളില്ലേ? അശ്വതി, ഭരണി, പൂരിട്ടാതി, മൂലം, പൂയി, അങ്ങനെ കുറെ നാളുകളുണ്ട്. ഇത് നോക്കാമോ എന്നാണ്. നമ്മൾ ഉമ്മമാർ പറയും, എടിയേ ആ പാത്തുമ്മ പ്രസവിച്ച? അപ്പൊ പറഞ്ഞു കൊടുക്കും, ആ പ്രസവിച്ചു. ആ പൂരുട്ടാതിയാണ് നാള്, അവിട്ടമാണ്, പ്രശ്നമാണ്. അങ്ങനെ ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു വിധിവിലക്കുകളെ ഇല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നാള് നോക്കൽ ഹറാമും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ കണി കാണുക. അതായത് ചില ആളുകൾ ചില നാട്ടിലുണ്ട്, മലയാള മാസം 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതി ആവുമ്പോ റബ്ബേ ഇന്ന് മനുഷ്യനെ തന്നെ വന്ന് കേറിയല്ലോ, ഈ മാസം മൊത്തം രോഗമാണ്. ചില ആളുകൾ പറയും, ഇന്ന് ഉറക്കണീറ്റ് കണ്ടത് അപ്പുറത്തെ കാക്കായ, ഇന്ന് അള്ളാണ പണിയ സമയത്ത് തീരൂല, ഇന്ന് ആകെ ഇടങ്ങേറാണ്. അത് ഇസ്ലാമിൽ ഉണ്ടോന്നാണ്. അങ്ങനെ ഇസ്ലാമിലില്ല. അങ്ങനെ ഇസ്ലാം അത് അങ്ങനെ കരുതലേ തെറ്റാണ്. ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ രാവിലെ എഴുന്നേറ്റു, ഓൻ കണ്ടത് നമ്മളെയാണ്, അവന്റെ ജീവിതം അങ്ങനെ ആയാലോ? അതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെ ഇല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ പൂച്ച വട്ടം ചാടിയ പൂച്ചയ്ക്ക് എന്തോ അത്യാവശ്യമുണ്ട് അപ്പുറത്തേക്ക് പോകുക, എന്നാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമങ്ങളില്ല, വിധിവിലക്കുകളില്ല. ഞാൻ വേഗം പറഞ്ഞു പോവാണ്. അതുപോലെ നഖം മുറിച്ചാൽ കഴുകിയിട്ടേ ചൊറിയാകുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാണ് ഉസ്താദെ? ശരിയാണ്. മഹാനായ ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നഖം മുറിച്ച ഉടനെ നമ്മൾ ചൊറിയരുത്. സോറിയാസിസ്, വെള്ളപ്പാണ്ട്, അങ്ങനെ രോഗങ്ങൾ വരും. കൈ ഉടനെ കഴുകണം. അതുപോലെ രാത്രി നഖം വെട്ടാവോ? അത് ശരി, നഖം വെട്ടാവോ? ദാരിദ്ര്യം വരോ എന്നൊക്കെ പറയണം. അങ്ങനെയില്ല, രാത്രി നഖം വെട്ടാം, അത് പ്രശ്നമില്ല. അതുപോലെ എന്താണ്, കുഞ്ഞുങ്ങളുടെ കണ്ണാടി കാണിക്കാമോ? കുഞ്ഞു മക്കളെ കണ്ണാടി കാണിക്കും, പകലാകട്ടെ രാത്രിയാവോ, കണ്ണാടി കാണിക്കാൻ പാടില്ല എന്ന് ചിലയിടങ്ങൾ പറയുന്നുണ്ടല്ലോ, ശരിയാണോ എന്നാണ്. അത് ശരിയാണ്. അല്ല, എന്താണ് കാരണം? വേറെ ഇസ്ലാമിന്റെ വിധിവിലക്കുകളൊന്നും ഇല്ല. പക്ഷെ കുഞ്ഞുങ്ങളെ പ്രതിബിംബം കാണിക്കുമ്പോൾ ഭയപ്പെടാൻ സാധ്യതയുണ്ട്. അത് പേടിച്ചിട്ട് കാണിക്കാതിരിക്കുക നല്ലതാണ്. അല്ലാതെ ഹറാമ്, ഹലാല്, സുന്നത്ത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഇസ്ലാമിൽ കാണിക്കാൻ പാടില്ല എന്നില്ല. അത് കണ്ട കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പേടിക്കാൻ സാധ്യതയുണ്ട്. അതാണ് അതിന് കാരണമെന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട 20 സംശയങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ സംശയ നിവാരണമായിരിക്കും. അതോടൊപ്പം ആഴ്ചയിൽ ഒരിക്കൽ മഹാന്മാരുടെ ചരിത്രം പാടി പറയലായിരിക്കും. അങ്ങനെ ഓരോ വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോയ്ക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസീയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതോടൊപ്പം വലിയ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം ലൈവ് എന്നൊരു ചാനലുണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് മഹാന്മാരുടെ ചരിത്രം മാപ്പിളപ്പാട്ടിലൂടെ പാടി പറഞ്ഞ് അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും തിബ്ബുസ് സ്വലാത്തും ഹദ്ദാദ് റാത്തീബൊക്കെയായി ആയിരങ്ങൾ ആമീൻ പറയുന്ന മജ്ലിസാണ്. 9 മണിക്കാണ് തുടങ്ങുന്നത്. ആ മജ്ലിസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആ ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ആ ചാനൽ കയറാം. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.